ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുറച്ച് സിറംസിനെ പറ്റി നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ സിറംസ് എന്ന് പറഞ്ഞാൽ മാർക്കറ്റിൽ പല സിറംസ് അവൈലബിൾ ആണ്. പക്ഷെ അതൊക്കെ വാങ്ങി ട്രൈ ചെയ്ത് നോക്കിയിട്ട് നമുക്കൊരു കാര്യമില്ല. നമ്മുടെ സ്കിൻ കൺസേൺ എന്താണോ അതിനനുസരിച്ചിട്ടുള്ള സിറംസാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോകാം. ഫസ്റ്റ് പറഞ്ഞാൽ ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സെറാണ്, അതാണ് നയസിനമൈഡ് സെറം. നയസിനമൈഡ് എന്ന് പറഞ്ഞാൽ ഭയങ്കര അടിപൊളിയായിട്ടുള്ളൊരു സെറാണ്. എന്താ വെച്ചാൽ എൻ്റെ സ്കിന്ന് നന്നായിട്ട് മാറ്റാൻ വേണ്ടിയിട്ട് നയസിനമൈഡിന് പറ്റിയിട്ടുണ്ട്. ഞാൻ യൂസ് ചെയ്യുന്നത് ഓർഡിനറിയുടെ നയസിനമൈഡ് സെറാണ്. എനിക്ക് അത്യാവശ്യം പാടുകളൊക്കെ ഉണ്ടായിരുന്നു, ഈ ആക്നീസ് വന്നു പോയ പാടുകൾ. നന്നായിട്ട് പിമ്പിൾസ് ഒന്നും വരുന്ന ഒരു സ്കിന്നല്ല എൻ്റെത് ഉണ്ടായിരുന്നത്. പക്ഷേ എന്നാലും നമുക്ക് ഒരു 1-2 പിമ്പിൾസ് മന്ത്ലി വന്നാലും അതിൻ്റെ കലകൾ കുറച്ച് കാലം അവിടെ ഉണ്ടാവുമായിരുന്നു. നയസിനമൈഡ് യൂസ് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം ഈ ആക്നെ മാർക്സ് ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ ലൈറ്റൻ ആവാൻ തുടങ്ങി. നയസിനമൈഡ് എൻ്റെ സ്കിന്നിനെ എങ്ങനെ ചേഞ്ച് ചെയ്തു എന്നുള്ള വീഡിയോ ഞാൻ സെപ്പറേറ്റ് ഇട്ടിട്ടുണ്ട്, അത് കാണാത്തവർ കണ്ടു നോക്കുക. പിന്നെ നയസിനമൈഡിൻ്റെ യൂസ് പറയുന്നത് നമ്മളെ സ്കിന്നിനൊന്ന് ടൈറ്റൻ ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ ഏജ് ആവും തോറും നമ്മുടെ സ്കിന്ന് കുറച്ച് സാഗി ആയിട്ട് വരും. അപ്പോൾ അതിനൊന്ന് ടൈറ്റൻ ചെയ്യാനും കൂടി ഈ നയസിനമൈഡ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഈ മെലാസ്മ കണ്ടീഷൻ അതിനൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ, അതുപോലെ സ്കിന്ന് കുറച്ചുകൂടി ബ്രൈറ്റൻ ആക്കാൻ, അതുപോലെ സ്കിന്ന് കുറച്ച് സ്മൂത്ത് ആക്കാൻ, ഇതൊക്കെയാണ് നയസിനമൈഡിനെ കൊണ്ടുള്ള യൂസസ്. ഭയങ്കരമായിട്ട് ആക്നെ സ്കാർസ് ഒക്കെ ഉള്ള ഒരാളാണെങ്കിൽ അതിനോട് സാലിസിലിക് ആസിഡ് കൂടി ചേർത്താൽ നമുക്ക് നല്ലൊരു ബെനിഫിറ്റ് കിട്ടുന്നതായിരിക്കും. ഇതാണ് നയസിനമൈഡിൻ്റെ യൂസ്. പിന്നെ വരുന്നത് പറഞ്ഞാൽ സാലിസിലിക് ആസിഡ് സെറാണ്. സാലിസിലിക് ആസിഡിനെ പറ്റി നമ്മൾ കുറേ കേട്ടിട്ടുണ്ടാകും. എന്താ വെച്ചാൽ ആക്നെ പ്രോൺ ആയിട്ടുള്ള സ്കിന്നുള്ളവർക്ക് ഈ സാലിസിലിക് ആസിഡ് ഭയങ്കരമായിട്ട് ബെനിഫിറ്റ് ചെയ്യുന്നതെന്ന് പറയുന്നത്. സാലിസിലിക് ആസിഡ് എന്ന് പറയുന്നത് ആക്നീസിനെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ നമ്മുടെ ഓപ്പൺ പോഴ്സ് ഉണ്ടല്ലോ അതിനെ കുറച്ച് മിനിമൈസ് ചെയ്യാനും ഈ സാലിസിലിക് ആസിഡ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ വരുന്നത് ഹൈലറോണിക് ആസിഡ് സെറാണ്. ഈ ഹൈലറോണിക് ആസിഡിൻ്റെ യൂസ് എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്ന് നല്ല പ്ലംപ്പായിട്ട് വെക്കാനും അതുപോലെ ഒരു നല്ലൊരു ഹൈഡ്രേഷൻ കൊടുക്കാനും അതിന് വേണ്ടിയിട്ടാണ് ഹൈലറോണിക് ആസിഡ് യൂസ് ചെയ്യുന്നത്. മിക്കവാറും മോയ്സ്ചറൈസേഴ്സിലൊക്കെ ഈ ഹൈലറോണിക് ആസിഡ് വരുന്നതുകൊണ്ട് തന്നെ സിറം സെപ്പറേറ്റ് യൂസ് ചെയ്യണമെന്നില്ല. ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് ഹൈലറോണിക് ആസിഡ് വരുന്ന മോയ്സ്ചറൈസേഴ്സാണ് പൊതുവെ ഞാൻ യൂസ് ചെയ്യാറ്. അതുകൊണ്ട് തന്നെ ഞാൻ ഇതുവരെ ഹൈലറോണിക് ആസിഡിൻ്റെ സിറം സെപ്പറേറ്റ് വാങ്ങിയിട്ടില്ല. പിന്നെ ഞാൻ സാലിസിലിക് ആസിഡും ഞാൻ യൂസ് ചെയ്തിട്ടില്ല. എന്താ വെച്ചാൽ എനിക്കങ്ങനെ ആക്റ്റീവായിട്ട് ആക്നീസ് ഒന്നും പൊതുവെ ഉണ്ടാവാറില്ല. അതുകൊണ്ട് തന്നെ ഞാൻ സാലിസിലിക് ആസിഡ് യൂസ് ചെയ്തിട്ടില്ല. പിന്നെ വരുന്നത് വൈറ്റമിൻ സി സെറാണ്. ഈ വൈറ്റമിൻ സി എന്ന് പറയുന്നത് സ്കിന്നിനെ ബ്രൈറ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ വൈറ്റമിൻ സി യൂസ് ചെയ്ത ഒരാളാണ്, പക്ഷേ എനിക്ക് വൈറ്റമിൻ സി അങ്ങനെ വർക്കായിട്ടില്ല. അപ്പോൾ ഞാനത് പിന്നെ റീപർച്ചേസ് ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ സ്ഥിരം യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ നയസിനമൈഡ് സെറാണ്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ആൽഫ ആർബ്യൂട്ടൈൻ ആൻഡ് കോജിക് ആസിഡ്. ഇത് രണ്ടും ഏകദേശം ഒരേ ഡ്യൂട്ടിയാണ് ചെയ്യുന്നത്. നമ്മളെ സ്കിന്നിൻ്റെ ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റിക്കളയും. അതുപോലെ മെലാസ്മ എന്ന് പറഞ്ഞ കണ്ടീഷൻ ഉണ്ടല്ലോ അതിനെ നമുക്കൊന്ന് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഈ ആൽഫ ആർബ്യൂട്ടൈൻ ആൻഡ് കോജിക് ആസിഡിന് പറ്റും. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ മെലനിൻ പ്രൊഡക്ഷൻ കുറച്ച് കുറക്കാൻ പറ്റും. അതുപോലെ സ്കിൻ ടാൻ ഉണ്ടല്ലോ അതൊക്കെ ഒരു പരിധിവരെ മിനിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ആൽഫ ആർബ്യൂട്ടൈനും കോജിക് ആസിഡിനും പറ്റുന്നുണ്ട്. ഇപ്പോൾ 20 ഡേയ്സിന് മേലെ ഞാൻ ആൽഫ ആർബ്യൂട്ടൈൻ സെറം യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് എനിക്കങ്ങനെ പറയത്തക്ക റിസൾട്ടൊന്നും ഇതുവരെ കിട്ടിയിട്ടില്ല. എനിക്കങ്ങനെ ഭയങ്കര ഫേസ് ബ്രൈറ്റൻ ആക്കിയിട്ട് ഒന്നും തോന്നിയിട്ടില്ല. അപ്പോൾ ഞാൻ കുറച്ച് നാൾ കൂടി യൂസ് ചെയ്തതിന് ശേഷം അതിൻ്റെ കറക്റ്റ് റിവ്യൂ ഞാൻ പറയാം. പിന്നെ വരുന്നത് എന്ന് പറഞ്ഞാൽ ഗ്ലൈക്കോളിക് ആസിഡാണ്. ഈ ഗ്ലൈക്കോളിക് ആസിഡ് എന്ന് പറയുന്നത് അതിന് കുറച്ചൊരു എക്സ്ഫോളിയേറ്റിംഗ് പ്രോപ്പർട്ടീസ് ഉണ്ട്. സ്കിന്നിനെ കുറച്ച് ബ്രൈറ്റൻ ആക്കാനും ലൈറ്റൻ ആക്കാനും ഈ ഗ്ലൈക്കോളിക് ആസിഡിന് പറ്റുന്നുണ്ട്. അതാണ് അതിൻ്റെ യൂസ്. പിന്നെ വരുന്നത് എന്ന് പറഞ്ഞാൽ റെറ്റിനോൾ സെറാണ്. റെറ്റിനോൾ എന്ന് പറഞ്ഞാൽ ആൻറ്റി ഏജിങ് പ്രോപ്പർട്ടീസ് ഉള്ള ഒരു സെറാണ്. എന്താ വെച്ചാൽ അത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു 25-ന് ശേഷമായിരിക്കണം. ഞാൻ റെറ്റിനോൾ എൻ്റെ സ്കിൻ കെയറിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓർഡിനറിയുടെ റെറ്റിനോളായിരുന്നു ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. എനിക്ക് ഈ റെറ്റിനോൾ യൂസ് ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് പിമ്പിൾസ് വരാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പേടിച്ചിട്ട് ഞാൻ പിന്നെ റെറ്റിനോൾ അവോയ്ഡ് ചെയ്യുക ചെയ്തത്. അതിനുശേഷം ഞാൻ മിനിമലിസ്റ്റിൻ്റെ റെറ്റിനോൾ വാങ്ങി യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ എനിക്ക് അങ്ങനെ കുഴപ്പങ്ങളൊന്നുമില്ല, ഞാനത് നന്നായിട്ട് തന്നെ യൂസ് ചെയ്ത് വരുന്നുണ്ട്. റെറ്റിനോൾ യൂസ് ചെയ്യുന്നത് കൊണ്ട് നമ്മളിപ്പോൾ എന്താ പറയുക, ഒരു 50 വയസ്സുള്ള ഒരാൾക്ക് 20 വയസ്സ് തോന്നിക്കുന്ന സ്കിന്ന് അങ്ങനെയല്ല. പക്ഷേ എന്താണെന്ന് വെച്ചാൽ ഒരു ഏജിങ് കുറച്ച് കൊണ്ടുവരാൻ റെറ്റിനോളിന് പറ്റും. അതാണ് ഉദ്ദേശിക്കുന്നത്. ഈ സ്കിൻ കെയറിൽ നമ്മൾ ഈ ആക്റ്റീവ്സ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്യേണ്ട 25-ന് ശേഷം യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇപ്പം നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു ഏത് സെറാണ് യൂസ് ചെയ്യേണ്ടതെന്ന്. അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.